ഗാസയിൽ സമാധാനം ഇനിയും അകലെ. മണിക്കൂറുകൾക്ക് മുമ്പ് സമാധാന കരാറിലെ ചില വ്യവസ്ഥകളെങ്കിലും അംഗീകരിക്കുന്നുവെന്ന് ഹമാസ് കൂടി പറഞ്ഞതോടെ ഒരു സമാധാന അന്തരീക്ഷം ഗാസയിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഗാസയിൽ ആക്രമണം നിർത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇപ്പോഴും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ വീണ്ടും നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ട്രംപിന്റെ സമാധാന കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് സമ്മതിച്ചത്. MG മിഥുൻ വിവരങ്ങൾ നൽകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതി ഹമാസ് കൂടി അംഗീകരിച്ചതോടുകൂടി ഗാസയിൽ ഉടൻ തന്നെ സമാധാനം പുനരാവിഷ്കരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ചില നിർദ്ദേശങ്ങൾ സൈന്യത്തിന് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് പതുക്കെ ആക്രമണം നിർത്തുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അത് പുറത്തു വന്നതിന് മണിക്കൂറുകൾക്കകമാണ് ഗാസയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. 6ഓളം പേർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നത് എങ്ങനെയായിരിക്കും ഇക്കാര്യത്തോട് ഹമാസ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 പദ്ധതികളിൽ ചില കാര്യങ്ങളിൽ ചില വിയോജിപ്പ് ഹമാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ അവർ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ബന്ദികളെ കൈമാറാമെന്നുള്ള കാര്യം അവർ സമ്മതിച്ച് അല്ലെങ്കിൽ അക്കാര്യവുമായി മുന്നോട്ട് പോകാമെന്ന് ഹമാസ് നേതാക്കൾ തന്നെ വ്യക്തമാകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഹമാസ് ഇത്തരത്തിൽ ആയുധം താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ ഈ ഒരു രക്തച്ചൊരിച്ചിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വംശഹത്യയിൽ നിന്നൊക്കെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിയൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാധാനം ഉടൻ പുനഃസ്ഥാപിക്കാനാകുമെന്നുള്ള പ്രതീക്ഷകൾ നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം, ഇസ്രായേലിൻ്റെ ആക്രമണം, അതിനോട് എങ്ങനെയാണ് ഹമാസ് പ്രതികരിക്കാൻ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ 2 വർഷത്തിൽ മുകളിലായി നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. 65,000-ലധികം പേർക്ക് മരണം സംഭവിച്ച വലിയൊരു യുദ്ധം, വലിയ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ള ഗാസയുടെ മണ്ണിൽ ഉടൻ സമാധാനം പുലരുമെന്ന് തന്നെ പ്രത്യാശിക്കാം. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.